വീണ്ടും ട്രംപ് പറയുന്നു, ഇനിയും നമ്മൾക്ക് താരിഫൊക്കെ ഏർപ്പെടുത്തുമെന്ന്. മൂപ്പരെ ചൊടിപ്പിച്ചത് മറ്റൊന്നുമല്ല. ട്രംപിൻ മോദിയെ വിളിച്ചിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു റഷ്യൻ എണ്ണ ഇനി ഇന്ത്യ വാങ്ങില്ല എന്നുള്ളത് മോദി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന്. നമ്മൾ അപ്പൊ തന്നെ തിരിച്ചു മറുപടി കൊടുത്തു. അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല. ഇതോടുകൂടിയും ട്രംപിന് എന്താ പറയാ തലയ്ക്ക് പിരാന്ത് പിടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ. വീണ്ടും താരിഫ് ചുമത്താൻ പോകുന്നു. സത്യത്തിൽ ഈ ട്രംപ് മോദിയെ വിളിച്ചിട്ടുണ്ടോ? അത് എണ്ണ വാങ്ങില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ നടന്നത്? അല്ല, ട്രംപ് മോദിയെ വിളിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ തമ്മിലുള്ള സംഭാഷണം എല്ലാം ലോകത്തെ എല്ലാവരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ പ്രശ്നം ട്രംപ് പറഞ്ഞത് എന്താണ്? ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല. ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങില്ലെന്ന് പറയുന്നത് ട്രംപ് അല്ലല്ലോ, അത് മോദിയാണ് പറയേണ്ടത്. പക്ഷെ അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് മോദി എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിനെ അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോൾ സമയത്ത് തന്നെ ഇന്ത്യ എതിർത്തു. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയേണ്ടതൊരാവശ്യമാണ്. കാരണം എന്താണ് ട്രംപ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ത്യക്ക് പരമാധികാരമില്ല എന്നല്ലേ? ഇന്ത്യക്ക് പരമാധികാരം ഉണ്ടെങ്കിൽ ഇന്ത്യയാണ് തീരുമാനിക്കുന്നത് എവിടെ നിന്ന് എണ്ണ വാങ്ങണം, വാങ്ങണ്ട. എണ്ണയുടെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യവും. ഇത് നമ്മളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ട്രംപ് ഇറക്കിയ ഈ കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നുമില്ല. കാരണം നമ്മൾ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പരമാധികാരം നമുക്കുണ്ടോ. ശരിയാണ്. ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും പറയുന്നത് പുതിയ കാലത്തെ രാഷ്ട്രങ്ങൾക്ക് ഒന്നും എന്തില്ല, പരമാധികാരമില്ല. രാഷ്ട്രങ്ങൾക്ക് എന്താ വെച്ചാൽ നേഷൻസ്, അവയ്ക്ക് പരമാധികാരമില്ല എന്ന നിലക്കെത്തുകയാണ്. കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഡീപ് സ്റ്റേറ്റാണ്. ഡീപ് സ്റ്റേറ്റ് പല രൂപത്തിലും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക ശക്തികൾ, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ, അവരൊക്കെയാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ രൂപത്തിൽ വന്ന് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ തീരുമാനമെടുപ്പിക്കുന്നത് അവർക്ക് റെപ്രസെൻറ്റേഷൻ ഉള്ളതായിട്ടുള്ള എംപിമാർ വഴിയാണ്. അത് മോദിയിലും സ്വാധീനം അവർ ചെലുത്തുന്നുണ്ട്. കാരണം മോദിക്ക് അപ്പുറത്തും ഇപ്പുറത്തും അംബാനിയും അദാനിയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ അംബാനിയും അദാനിയും ഒക്കെ മോദിയെ സ്വാധീനിക്കുന്നു. ഇതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഒന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നതുകൊണ്ട് ഇന്ത്യ അതിശക്തമായിട്ട് അതിനെ എതിർത്തു. എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ലാഭമുണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത്. പുടിൻ മുന്നോട്ട് വെച്ച 2 ഓഫറുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ബാരലിന് ഇത്ര ഡോളർ കുറച്ച് തരാം. ഒന്ന് അത് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം. രണ്ടാമതെന്താണ്, ഡോളർ വേണ്ട എണ്ണ വാങ്ങാൻ, നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്യ തന്നായി ഞാനിത് തരാം. ഈ 2 കാര്യവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമാണ്. അതുകൊണ്ട് ഇന്ത്യ വാങ്ങിക്കുന്നു, ഇഷ്ടം പോലെയാണ് വാങ്ങിക്കുന്നത്. അത് ഒരു കാലത്തും നിർത്താൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ട്രംപ് പറഞ്ഞത്? ഞാനിത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഉക്രൈനും അതേപോലെ തന്നെ റഷ്യയും തമ്മിലായിട്ടുള്ള യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടൊരു സമ്മർദ്ദം എന്ന നിലക്കാണ്. യുദ്ധം കഴിഞ്ഞാൽ വീണ്ടും എണ്ണ വാങ്ങിച്ചോളട്ടെ എന്ന് ട്രംപ് പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എണ്ണ വാങ്ങിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 2 കാരണങ്ങളുടെ ഒപ്പം തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി റഷ്യൻ കമ്പനികളുണ്ട്. ആ റഷ്യൻ കമ്പനികൾ ഈ എണ്ണ, അസംസ്കൃത എണ്ണ എന്താണ് ശുദ്ധീകരിച്ച് പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കി മാറ്റി വിൽപ്പന നടത്തുന്നതിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. വലിയ ലാഭം അവർക്കുണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ ഒരു താല്പര്യം കൂടി അതിനകത്തുണ്ട്. നിരവധി ഇപ്പോൾ നമ്മളുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള പെട്രോൾ പമ്പുകളിൽ ചെന്നാൽ ചില സ്ഥലത്ത് നമുക്ക് കാണാം നയാര എനർജി ലിമിറ്റഡ് എന്ന് പറയും. അത് നമ്മളുടെ ഗ്രാമങ്ങളിലും നമ്മുടെ പട്ടണങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെട്രോൾ സംവിധാനമാണ്, പെട്രോൾ പമ്പാണ്. അതുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി നയാര എനർജി ലിമിറ്റഡ്. ഈ കമ്പനിയിലെ 49% ഷെയറും റഷ്യയുടേതാണ്.
ഉം. അങ്ങനത്തെ നിരവധി കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ ഉം. ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ 90 കമ്പനികളുടെ ലിസ്റ്റിൽ ഒരു കമ്പനിയാണ് ഈ കമ്പനി. 90 കമ്പനികൾ ഉപരോധത്തിൽ കൊണ്ടുവന്നു. ആ ഉപരോധം ഏർപ്പെടുത്തിയ എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് പറഞ്ഞു കേൾക്കുന്നില്ല. ഇപ്പോൾ ട്രംപ് പറയണ 25% ഇപ്പോൾ നികുതി ചുമത്തിയിരിക്കുന്നത്, അതിന് വീണ്ടും കൂട്ടും. ഇങ്ങനെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം എന്ന് പറയുന്നത് നിലവിട്ട് പോകുന്നതല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്തായാലും നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ഒരു കാര്യവും അതെ. തൽക്കാലം അമേരിക്കയ്ക്കില്ല, ട്രംപിനുമില്ല. അത് ട്രംപിനെ ബോധ്യപ്പെടുത്താനായിട്ട് ഇന്ത്യൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ചൈനയോടും ഇതേപോലെ തന്നെ പറഞ്ഞു. ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന് മോദി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ അദ്ദേഹം പറഞ്ഞതെന്നാണ്, ഇന്ത്യ മാത്രമല്ല ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും, അല്ലെങ്കിൽ ഞാൻ നിർത്തിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ട്രംപ് സംസാരിച്ചത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇതിനാണ്. പക്ഷെ അതിനോട് ചൈന പ്രതികരിച്ച് എങ്ങനെയാണ്? ഞങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് സൂക്ഷിച്ചു വേണം, അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഇത്തരം സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാലത്തെ ഒരു സ്ട്രാറ്റജികളുടെ ഭാഗമായിട്ട് നടക്കുന്ന വർത്തമാനം മാത്രമാണ്. വർത്തമാനം പറഞ്ഞ് ഭയപ്പെടുത്തി കാര്യം സാധിക്കുക, അതിൽ കൂടുതൽ അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ ട്രംപ് പറഞ്ഞതിൻ്റെ പേരിലൊന്നും നമ്മളുടെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. പക്ഷേ ആന്തരികമായി ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാവും. അത് നമ്മൾ പുറത്ത് അറിയുന്ന കാര്യമല്ല. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് എണ്ണ വാങ്ങൽ വേണമെങ്കിൽ നിർത്തിവെച്ചേക്കാം. അത് ഒരു തന്ത്രപരമായിട്ടുള്ള സമീപനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് നമുക്ക് നല്ല ലാഭമുള്ളതിൻ്റെ പേരിൽ മാത്രമാണ്. ആ എണ്ണയാണ് പിന്നീട് നമ്മൾ സംസ്കരിച്ച് വീണ്ടും യൂറോപ്യൻ മാർക്കറ്റിലും അതേപോലെ തന്നെ അമേരിക്കയ്ക്കൊക്കെ വരെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നതിന് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ട്രംപിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭാഷണം മാത്രമായിട്ട് നമ്മളതിനെ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തൊരു സാധ്യതയുമില്ല അതിനകത്ത്. അതായത് ട്രംപ് പറയുന്ന അങ്ങനെ തന്നെ തലകുലുക്കി കേൾക്കേണ്ട ഒരു സാധ്യതയും അതിൻ്റെ അകത്തില്ല. കാരണം അതൊന്നും നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. ട്രംപിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ് എന്ന് നമുക്ക് ഇത് തീർത്തും പറയാൻ പറ്റുമോ? അതായത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുക എന്നത് മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? അതല്ലാതെ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ ആ ഒരു സർവാധിപത്യം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണെന്ന് പറയാൻ കഴിയില്ലേ? അല്ല, ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്നെ അമേരിക്കയുടെ സർവാധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം അമേരിക്ക പറഞ്ഞാൽ യുദ്ധം തീരും, അമേരിക്ക പറഞ്ഞാൽ യുദ്ധം തുടങ്ങും, അമേരിക്ക തീരുമാനിക്കും ലോകം എങ്ങനെ ചലിക്കണം എന്ന്. അത് സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയായിട്ട് നമുക്കിതിനെ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണോ നടക്കുന്നത്? കാരണം ഇപ്പോൾ ഒരുപാട് യുദ്ധങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിച്ചു എന്ന് കുറച്ച് മുമ്പ് അദ്ദേഹം പറഞ്ഞത് നോബൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടി, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇടപെടൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇടപെടലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സംഭാഷണവും നടന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രംപ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും നമുക്ക് ചുങ്കം ഏർപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചുങ്കത്തെ മറികടക്കാനായിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ആഭ്യന്തര വിപണിയെ നല്ല രീതിയിൽ വികസിപ്പിച്ചു. ആ വികസനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ ദീപാവലിക്ക് നടന്ന കച്ചവടം എന്ന് പറയുന്നത് വലിയ തോതിൽ ഉയരാൻ കാരണം GST കുറച്ചതിൻ്റെ ഫലമായിട്ട്, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ രംഗത്താണ് വലിയ ഒരു കുതിപ്പുണ്ടാക്കാനായിട്ട് ഈ ആഭ്യന്തര വിപണി വികസിപ്പിച്ച് നമുക്ക് ഈ ചുങ്കവർദ്ധനവിലുണ്ടായ പരിക്ക് പരിഹരിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. രണ്ടാമത്
നമ്മൾ ചൈനയിലേക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നേടാൻ 36% വർധനം അക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്, കയറ്റി അയക്കുന്നതിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ പല മേഖലകളിലും ബദൽ മാർഗ്ഗങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാനും കൂടിയൊക്കെയാണ് ഈ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ സഹായിക്കുന്നത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.